പണ്ട് കാലങ്ങളിൽ എനിക്ക് നല്ല ബോധ്യമുള്ളതാണ്. ഓരോ സദസ്സുകളിൽ ആരാണ് 1 ലക്ഷം കൊടുക്കാൻ തയ്യാറുള്ളതെന്ന് ചോദിക്കുമ്പോ പല പല കൈകൾ ഇങ്ങനെ പല ഭാഗത്തു നിന്ന് ഉയരുമായിരുന്നു. ഇന്നാ സ്ഥാനത്ത് 1000 രൂപ കൊടുക്കാൻ ആരുണ്ടെന്ന് ചോദിക്കുമ്പോ എല്ലാവരും ബഹീലന്മാരായത് കൊണ്ടല്ല, പരമലുദ്ധന്മാരായി ജനങ്ങൾ മാറിയത് കൊണ്ടല്ല, അവരുടെ കയ്യിൽ പൈസയില്ല, ദാരിദ്ര്യമാണ്, കഷ്ടതയാണ്, ഒരാളുടെ കയ്യിലും നയാ പൈസ എടുക്കാനില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിഹാരം ഖുർആനിലുണ്ട്. അല്ലാതെ ആരോ പറഞ്ഞതുപോലെ മണി പ്ലാന്റ് എന്നും പറഞ്ഞ് കാട്ടിക്കിടക്കണ ഈ ചവറെല്ലാം കൂടെ വീട്ടിൽ അടുക്കളയിൽ കൊണ്ടുവച്ച പാമ്പ് കയറും. അല്ലാതെ വേറെ മണി പ്ലാന്റ് പോലും എന്ത് മണി പ്ലാന്റാ, എന്ത് മണി, കുറെ ഏതെങ്കിലും പൊട്ടന്മാരെന്തെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളും ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? ഉജാല കലക്കിയിട്ട് മിനറൽ വാട്ടറിന്റെ കുപ്പിയിൽ ഉജാല കലക്കി സിറ്റ് ഔട്ടിൽ വെച്ച പട്ടി കയറൂല. ആരോ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നു, ഇതിന്റെ 4 സൈഡ് ഉജാല കുപ്പി നിരത്തി വെച്ചിട്ട് അതിന്റെ ഇടയിൽ സുഖമായിട്ട് പട്ടി കിടന്നുറങ്ങുന്നു. ഇതാര് പഠിപ്പിച്ചതാ? എന്ത് മണ്ടത്തരം! ഇതെല്ലാം വിറ്റഴിയുന്ന എവിടെയെന്നറിയോ? പെണ്ണുങ്ങളില. എന്ത് പറഞ്ഞാലും പാവങ്ങൾ വിശ്വസിച്ചോളും, എന്ത് പറഞ്ഞാലും വിശ്വസിച്ചോളും. ഇതൊക്കെ പൊട്ടന്മാര് പറയുന്നതാ. മണി പ്ലാന്റ് വീട്ടിൽ കൊണ്ടുവന്ന കൊമ്പേറി കയറും, അല്ലാതെ ഒന്നും നടക്കില്ല. പാമ്പ് വീട്ടിൽ വരും. വീട്ടില് ഈ ആഫ്റ്റർ കോവിഡാനന്തര നമ്മുടെ ചില മാറ്റങ്ങളാണ്. പെണ്ണുങ്ങൾക്ക് യൂട്യൂബ് തുടങ്ങിയത്. ഞാൻ അയല പൊരിക്കുന്ന എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം, ഞാൻ കടലക്കറി വെക്കുന്ന എങ്ങനെയാന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഇത് കണ്ടിട്ട് പെണ്ണുങ്ങൾ, നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളൊക്കെ മടിച്ചീളായി പോയി. അവർക്ക് നല്ലവരതൊക്കെ വെക്കാൻ അറിയാം, എങ്കിലും യൂട്യൂബ് ഓണാക്കി വെച്ചിട്ട് കടലക്കറി വെക്കും. കിട്ടുന്നത് അവസാനം ഈ കിഴങ്ങറിയായിരിക്കും. അതാ പ്രശ്നം. അപ്പം ഉണ്ടാക്കും, കിട്ടുന്നത് ഒരട്ടിയാണ്. ഈ കോവിഡ് കഴിഞ്ഞപ്പോൾ തുടങ്ങിയൊരു കാര്യമാണ് ഈ പറയുന്ന മണി പ്ലാന്റ്. അതല്ല വേണ്ടത്. നിങ്ങൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കേ. മക്കളോട് പറ, മക്കളെ 100 ഇസ്തിഗ്ഫാറിൽ കുറയാതെ സന്ധ്യാസമയത്ത് ചൊല്ല് അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് 100 എണ്ണം ഇരുന്ന് ചൊല്ല്. വഅഖിദ്ന ബിൽ അനാമിലി, വിരലുകൾ കൊണ്ട് എണ്ണം പിടിക്കാൻ നബി മുഹമ്മദ് മുസ്തഫ അവിടെ ഇരുന്ന് ഇസ്തിഗ്ഫാർ. തുള്ളി മഴയ്ക്ക് വേണ്ടിയിട്ട്, ഒരു തുള്ളി മഴ പെയ്ത് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മഴ കാത്തിരിക്കുന്ന വേഴാമ്പലിന്റെ കളകൂജനം പോലെ നമ്മൾ കാത്തിരിക്കാൻ. മഴ അങ്ങോട്ട് പെയ്താൽ എന്തൊരു സന്തോഷമാണ്. ഈ മഴ വർഷിക്കണോ? മഴ വർഷിക്കാൻ എന്താ വേണ്ടത്? മഴ പെയ്യാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? കാലാവസ്ഥാ നിരീക്ഷകർ പറയും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. ഇത് രണ്ടുമല്ലാതെ വേറെ മൂന്നാമതൊരു ഓപ്ഷൻ ഇല്ലല്ലോ. ഉണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. പണ്ടൊരു ജഡ്ജി വാദം കേൾക്കുകയാണ്. വാദി വന്നിട്ട് പറഞ്ഞു ഇന്ന കാര്യങ്ങളാണ്. അപ്പൊ ജഡ്ജി പറഞ്ഞു അത് ശരിയാണ്. അപ്പൊ പ്രതിക്ക് ദേഷ്യം വന്നു. പ്രതി അങ്ങോട്ട് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നിരത്തി. അപ്പൊ ജഡ്ജി പറഞ്ഞു അതും ശരിയാണ്. അപ്പൊ കേട്ടോണ്ടിരുന്ന ആളെ ചോദിച്ചു അത് പിന്നെ എങ്ങനെ ശരിയാവും? അതും ശരിയാണ്, അപ്പുറത്തത് ശരിയാണ് എന്ന് പറഞ്ഞതുപോലെ നമുക്ക് മുന്നിൽ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ മഴ പെയ്യും, ഇല്ലെങ്കിൽ പെയ്യൂല. അത് കാലാവസ്ഥ നിരീക്ഷകർ തന്നെ പറയണമെന്നുണ്ടോ? അത് അവരുടെ ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടി വേറെ, റെസ്പോൺസിബിലിറ്റി വേറെ. നമുക്ക് വേണ്ടത് ഉത്തരവാദിത്വമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അതാ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അല്ലാതെ ഡ്യൂട്ടി നിർവഹിക്കുന്നവരല്ല. ഒരാൾ നടന്നു വരുമ്പോൾ 3 പേര്, 2 പേര്, ഒരാൾ കുഴി കുത്തുന്നു, കുത്തി പോകുന്നു. കുഴി കുത്തുക എന്നല്ലേ പറയുന്നത്? ഞാൻ 6-7 കൊല്ലം ചുറ്റുമുല പഠിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടുത്തെ ഭാഷയൊക്കെ അറിയാം അല്ലേ? അപ്പൊ ഈ കുഴി കുത്തി പോവുക. അതിന്റെ പുറകെ 2ാമത്തെ ആൾ കുഴി മൂടി വരികയാണ്. നടന്നു വന്ന 3ാമൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? എന്തായി കാണിക്കുന്നത്? ഒന്നുകിൽ നീ കുഴി എടുക്കാതിരിക്കുക, ഇല്ലെങ്കിൽ നീ മൂടാതിരിക്കുക, എന്തായി കാണിക്കുന്നേ? അപ്പൊ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. എന്താ ഡ്യൂട്ടി? ഞങ്ങൾ 3 പേരാ സാധാരണ ജോലിക്കുള്ളത്, ഇന്നൊരാൾ വന്നിട്ടില്ല. അത് ചോദിച്ചാൽ ആരാ വരാത്തത്? എൻ്റെ ഡ്യൂട്ടി കുഴി കുത്തലാണ്, 2ാമൻ്റെ ഡ്യൂട്ടി തൈ വെക്കലാണ്, 3ാമൻ്റെ ഡ്യൂട്ടി മണ്ണിട്ട് മൂടലാണ്. പക്ഷെ ഇന്ന് 2ാമത്തെ ഡ്യൂട്ടിക്കാരൻ വന്നിട്ടില്ല. ആരാ? ഈ തൈ വെക്കുന്നവൻ. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടി നിർവഹിക്കാൻ. അതല്ലല്ലോ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. വരുന്ന തറാവീഹിന് എവിടെയെങ്കിലും ചാരി എന്നിട്ട് ഇങ്ങനെ നിസ്കരിക്കുന്നു. ഡ്യൂട്ടി ആരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്? കുറച്ച് കഴിക്കണം, എന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത് മഗ്‌രിബിന് ബാങ്ക് കൊടുത്താൽ ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ, സെൻട്രൽ പള്ളിയിൽ, ലൈവൊന്നും അല്ലല്ല, സെൻട്രൽ പള്ളിയിൽ 7 മിനിറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ മഗ്‌രിബിന് ബാങ്ക് കേട്ട 7 മിനിറ്റ്. ഒരു മുറത്തിലാ കൊടുക്കുന്ന സാധനങ്ങൾ. ഈ നോമ്പ് മുറിയാൻ എന്തെങ്കിലും ഉള്ളിൽ പോയാൽ പോരെ? കഷ്ടപ്പെട്ട് ചുമക്കുമ്പോൾ കഫങ്ങാനം അകത്ത് പോയാൽ നോമ്പ് മുറിഞ്ഞ്. അത്രേ ഉള്ളൂ നോമ്പെന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും ഒന്ന് അങ്ങോട്ട് പോയാൽ മതി. അത് അജു തന്നെ ആകണമെന്നില്ല, അതൊക്കെ ബറക്കത്താണ്. അതിനപ്പുറത്ത് എന്തെങ്കിലും ഉള്ളിലേക്ക് പോയാൽ നോമ്പ് തുറക്കും. പക്ഷേ
ഇന്നത്തെ സമൂഹത്തിന് അത് പോരാ. അവര് പറയുന്നത് എന്താണ്? നോമ്പ് തുറ തന്നെ വേണം. അങ്ങനെ മുറത്തിൽ കൊടുത്തു നോമ്പ് തുറ. ആ തുറക്കാൻ മുറത്തിൽ കൊടുത്തു. ഇരുന്നൊരു സൈഡിന് തീറ്റ തുടങ്ങിയ പപ്സ്, പിന്നെന്താണ്, പിന്നെ ഈത്തപ്പഴം, സമൂസ, പിന്നെ അങ്ങനെയുള്ള എന്തൊക്കെയോ ഐറ്റങ്ങൾ, ആപ്പിള്, കിണ്ണത്തപ്പം. അതൊന്നും ഇവിടെ ഉണ്ടോ? കിണ്ണത്തപ്പം അത് ഇവിടെ വന്നിട്ടില്ല, തിരുവനന്തപുരത്ത് മാത്രം ഉള്ളതാ. അപ്പൊ കിണ്ണത്തപ്പം, അങ്ങനെ പല സാധനങ്ങൾ ഇങ്ങനെ കൊടുക്കുക. ഇത് 7 മിനിറ്റ് 8 മിനിറ്റ് കൊടുത്തു സമയം. എന്നാലും കൈ കെട്ടുമ്പോ കേൾക്കാം ഈത്തപ്പഴം എടുക്കുന്നത് പല്ലിന്ന്. ഈ 7 മിനിറ്റ് കൊടുത്താലും പോരാ സമയം. അപ്പൊ ഈ നിലയിൽ ഇഷ്ടം പോലെ കഴിക്കാൻ കിട്ടി. അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ കഞ്ഞി പോരാ, ചീനിയും ഇറച്ചിയുണ്ട്. ഇവിടെ ഒന്നും ഇല്ല, ഇല്ലാത്തത് തുടങ്ങല്ല കേട്ടോ. അത് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചീനി ഇറച്ചി ഇല്ലെങ്കിൽ അന്ന് നോമ്പ് ഹയാത്തായില്ല. അതെല്ലാം കഴിഞ്ഞ് കഞ്ഞിയും കുടിച്ച് ചീനിയും ഇറച്ചിയൊക്കെ കഴിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിലുണ്ടാകുന്ന സാധനം അവിടെ കൃത്യമായിട്ടുണ്ടാവണം. ഈ പാവപ്പെട്ടവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം കഴിച്ച് ഇങ്ങനെ റാഹത്തായിട്ടിരിക്കും. അപ്പോഴാണ് ഇഷായിന്റെ ബാങ്ക് കൊടുക്കുന്നത്. അപ്പോൾ ചോദിക്കും, അളിയാ 8 എവിടെ ഉണ്ട്? 8 എവിടെ ഉണ്ട്? നമുക്ക് അവിടെ പോയാലോ? കാരണം വയ്യ, ഇന്ന് ക്ഷീണമാണ്. 20 തന്നെ പോയെന്ന് പാടാ. അപ്പോൾ നമുക്ക് 8 പോയാലോ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിലയിൽ നമ്മൾ കുറച്ചങ്ങോട്ട് കഴിക്കേണ്ടത് 2 നേരം കഴിക്കാനാണ് നമ്മളോട് നോമ്പിന് പറഞ്ഞത്. 1 നോമ്പ് തുറക്കുന്ന സമയം, 2 അത്താഴം. തറാവി കഴിഞ്ഞിട്ട് പോയിട്ടുള്ള കഴിപ്പൊന്നും ദീനിലില്ല. വേണമെങ്കിൽ കഴിച്ചോളി, ദീനിലില്ല എന്ന് കരുതിയിട്ട് കഴിക്കാതിരിക്കേണ്ട, പട്ടിണി കിടന്ന് മരിക്കേണ്ട. ആവശ്യമുള്ളവർക്ക് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഈ നിലയിൽ ഭക്ഷണം അങ്ങോട്ട് നമ്മൾ കഴിച്ച് റാഹത്തായി എല്ലാ നിലയിലും പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ അങ്ങോട്ട് നല്ല പുഷ്ടിപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഒരു നിമിഷം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ മഴയെന്ന് പറയുന്ന സംഗതിയില്ലാതെ, മഴ കിട്ടാതെ വിഷമിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ നമുക്ക് ഖുർആനിലും വരുന്നുണ്ട്. അത് ഡ്യൂട്ടിയായിട്ട് ചെയ്താൽ പോരാ, റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം. അല്ലാതെ ഒരു ഡ്യൂട്ടി നിർവഹിക്കുക, തറാവീഹിന് ചേർന്ന് നിസ്കരിക്കുക, തറാവീഹിന് ചുവര് ചേർന്ന്, എന്തിനാണിത്? നമുക്ക് കഴിയുമെങ്കിൽ ആരോഗ്യത്തോടെ നിസ്കരിക്കുക. ഞാൻ ഇന്ന് വന്നപ്പോൾ എൻ്റെ സഹോദരങ്ങളെടുത്ത്, ഞാൻ സുഹൃത്തുക്കളെടുത്ത് പറഞ്ഞ കാര്യമാണ്. എന്തിനാണ് ഇന്നപ്പത്തെ സമയമില്ല, 3 റക്അത്ത് കരിച്ചിട്ട് പോവാ? എന്തിന്? അള്ളാഹ്ക്ക് എത്ര ദാരിദ്ര്യമുണ്ടോ? നിനക്ക് പറ്റുമെങ്കിൽ നിസ്കരിക്കുക. നീ എന്തിന് അള്ളാഹ്ക്ക് 3 റക്അത്ത് കൊടുക്കാൻ നിൽക്കുന്നേ? നിന്നോട് പറഞ്ഞ നിസ്കാരം നീ കൃത്യമായിട്ട് നിർവഹിക്കുക. അതല്ലേ ചെയ്യേണ്ടത്? ആ ഒരു രീതിയിൽ നമ്മൾ റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം നിർവഹിക്കുന്നവരായി നമ്മൾ മാറണം. അങ്ങനെ നിങ്ങളൊന്ന് നിർവഹിച്ചു നോക്കിയേ, അള്ളാഹു താല നമുക്ക് മഴ തരും. അല്ലാതെ മഴ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെ ചെയ്താലും എൻ്റെ പ്രിയപ്പെട്ടവരെ മഴ കിട്ടൂല. അവരുടെ ഡ്യൂട്ടി അവർ നിർവഹിക്കുന്നുണ്ട്. മഴ പെയ്യാതിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് മഴ പെയ്യിപ്പിക്കാൻ നമ്മുടെ മുമ്പിൽ മരുന്നുണ്ട്. ആ മരുന്ന് ഇസ്തിഗ്ഫാറ. ഹസൻ ബസ്രി തങ്ങൾ പറഞ്ഞപ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ആ സമയമാണ് ഇസ്തിഗ്ഫാറിനെ പറ്റിയിട്ട് മഹാനവറുകൾ പറഞ്ഞു കൊടുത്തത്. ഇതെന്റെ വാക്കല്ല, അല്ലാഹു പറഞ്ഞതാണ്. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാ അലൈക്കും ഇദ്റാറാ വയുംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ. അല്ലാഹ് പറയുകയാണ്, ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പൊറുക്കലിനെ ചോദിക്കുക. കാരണം ഇന്നഹു കാന ഗഫാറാ, അല്ലാഹു വല്ലാതെ പാപം പൊറുക്കുന്നവനാ. അല്ലാഹു നിങ്ങൾ ചെയ്ത മുഴുവൻ പാപങ്ങളെയും അല്ലാഹ് പൊറുത്തു തരുന്നവനാ. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ, ഇസ്തിഗ്ഫാറിലൂടെ നിങ്ങൾക്ക് ആകാശ ലോകത്ത് നിന്ന് സമൃദ്ധമായി മഴ പെയ്യിപ്പിച്ച് തരുകയും ചെയ്യുന്നതാ. വയുംദിദുക്കും ബിഅംവാൽ, നിങ്ങൾക്ക് ധാരാളം സമ്പത്തല്ല തരുന്നതാ. വബനീ, ഒരുപാട് സന്താനങ്ങളെ റബ്ബ് തരുന്നതാ. വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറാ, നിങ്ങൾക്ക് ധാരാളം തോട്ടങ്ങളും അരുവികളും സർവ്വ സംവിധാനങ്ങളും അല്ലാഹു നിങ്ങൾക്ക് തരുന്നതാ. എല്ലാ സംവിധാനങ്ങളും നിങ്ങൾക്ക് അല്ലാഹു തരും. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരേ
ഒരു കാര്യം മാത്രമാണ്. അതല്ല പരിചയപ്പെടുത്തുന്നു. ഫഖുൽതു ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുക, പാപമോചനം തേടുക. അതുകൊണ്ട് കരുനാഗപ്പള്ളിക്കാരാ, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടാ. അള്ളാഹു പ്രത്യേകിച്ച് തന്ന മാസമാണ് റമളാൻ. അതിൽ പൊതുവേ റമളാൻ നമ്മൾ ഇസ്തിഗ്ഫാറിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ രണ്ടാമത്തെ 10 പ്രത്യേകിച്ച് ഇസ്തിഗ്ഫാറിന്റെ 10ആണ്, പാപമോചനത്തിന്റെ 10ആണ്. അള്ളാഹു നമുക്ക് നന്നായിട്ട് അമൽ ചെയ്യാനുള്ള തൗഫീക്ക് തരട്ടെ. ഒരു കാര്യം കൂടി ഞാൻ പറയുന്നു, മൂന്നാമത്തെ 10 വരാനിരിക്കുകയാ സഹോദരങ്ങളെ. ഇനിയുള്ള എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞാൽ മൂന്നാമത്തെ 10 കടന്നു വരുന്നുണ്ട്. അത് നരകമോചനത്തിന്റെ 10ആണ്. ഞാൻ ആമുഖം പറഞ്ഞപ്പോൾ നിങ്ങളെ ഉണർത്തിയല്ലോ. നരകമോചനത്തിന്റെ 10 എന്ന് പറയുന്നത് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കോപം കൊണ്ട് നിറയ്ക്കപ്പെട്ട നരകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തന്ന പുണ്യമായ 10ആണ്. ആ നരകം സൃഷ്ടിക്കപ്പെട്ടത് തീ കൊണ്ടാണ്. തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടത് ശൈത്താനാണ്. ആ ശൈത്താനിൽ നിന്നുണ്ടാകുന്നത് കോപമാണ്. ഇന്നൽ ശൈത്താന ഖുലിക മിനന്നാർ, ശൈത്താൻ പടയ്ക്കപ്പെട്ടത് തീ കൊണ്ടാണ്. എന്നിട്ട് പറഞ്ഞു അൽ ഗളബു മിനശ് ശൈത്താൻ, കോപം ശൈത്താനിൽ നിന്നാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും ദേഷ്യം വന്നാൽ ഫൽയതവല്ലവൻ ഉളു ചെയ്തു കൊള്ളട്ടെ. കാരണം വെള്ളത്തെ തീയെ വെള്ളമേ കെടുത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ മാസത്തിന്റെ അവസാനത്തെ 10 നരകമോചകരുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടണമെങ്കിൽ, അള്ളാന്റെ കോപത്തിന് ഇരയാകാതെ നമുക്ക് ജീവിക്കണമെങ്കിൽ നമ്മുടെ മുന്നിലുള്ള മാർഗമേതെന്നറിയോ? ആരോട് കോപിക്കാതിരിക്കുക, ആരോടും ദേഷിക്കാതിരിക്കുക. 3 വട്ടം റസൂലുള്ളാഹിന്റെ മുന്നിൽ വന്ന് സങ്കടം പറഞ്ഞ സഹാബി വര്യനോട് എന്താ റബിയേ എനിക്കൊരു ഉപദേശം തരൂലേ? ആ സമയത്ത് റസൂലുള്ള പറഞ്ഞതിലാ തഗ്ലബ്, കോപിക്കല്ലേ. വീണ്ടും വന്നു നബിയെ വേറെന്തെങ്കിലും ഉപദേശമുണ്ടോ എന്ന അർത്ഥത്തിലാവുന്നത്. അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു ലാ തഗ്ലബ്, കോപിക്കല്ലേ. മൂന്നാമത്തെ പ്രാവശ്യവും വന്നു. ആ സഹാബിയോട് നബി തങ്ങൾ പറഞ്ഞതിലാ തഗ്ലബ്, കോപിക്കല്ലേ. സഹോദരങ്ങളെ, കോപം എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കാൻ മെനക്കെടുവോ? ആരോടാ കോപമില്ലാത്തത്? ഭാര്യയുടെ വീഴ്ചകൾ കണ്ടിട്ട് കോപിക്കുന്ന ഭർത്താവേ, എങ്ങനാണ് അല്ലാഹു നിന്നെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുക? പള്ളിയിൽ ഉസ്താദിൽ നിന്നോ, അല്ലെങ്കിൽ പള്ളിയിലെ മുഅദ്ദിനിൽ നിന്നോ, അല്ലെങ്കിൽ നമ്മുടെ തൊഴിലാളികളായ മറ്റുള്ള ആളുകളിൽ നിന്നോ എന്തെങ്കിലും വീഴ്ചകൾ കാണുമ്പോ വിട്ടുവീഴ്ച മനോഭാവത്തോടെ കോപിക്കാതെ ദേഷിക്കാതെ മാപ്പ് കൊടുക്കാൻ നമുക്ക് മനസ്സുണ്ടോ? എന്നാ നരകമോചനത്തിന്റെ 10 അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് കാരുണ്യത്തിന്റെ പ്രവാചകൻ മുഖ്ബിറേ സാദിഖുൽ മസ്ദൂഖ്, നമ്മുടെ വികാരമേ വിചാരമേ നബി മുഹമ്മദ് മുസ്തഫ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ സഹോദര, ആമുഖം പറഞ്ഞത് ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാൻ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം സുദൃഢമാക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് സൃഷ്ടികളും തമ്മിലുള്ള ബന്ധത്തെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി പടച്ചവൻ തന്നതാണ് റമളാൻ. അതുകൊണ്ട് 3-10 സൃഷ്ടികളോടുള്ള കടമകൾ പൂർത്തീകരിച്ചിട്ട് ആ കടമകളിൽ നിന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശവ്വാൽ മാസം 1-ാം തീയതി അഥവാ പെരുന്നാളിന്റെ ദിവസത്തിൽ ഞാനും നിങ്ങളും വരുന്നത് എങ്ങനെയെന്നറിയോ? എന്താണ് ആ പെരുന്നാളിന്റെ പേര്? എന്താ നമ്മൾ കാണാൻ പോകുന്ന, നേരിടാൻ പോകുന്ന പെരുന്നാളിന്റെ പേരെന്താ? എന്ത് പെരുന്നാളാ? നിസ്കാരത്തഴമ്പ് പുരികത്തായ നമ്മുടെ ഈ ഏരിയയിലൊക്കെ മൈക്ക് വയ്ക്കുന്ന ആളാ, അതുകൊണ്ട് നമ്മൾക്ക് പറയാത്. എന്ത് പെരുന്നാളാ വരാൻ പോകുന്നേ? തിരുവനന്തപുരത്ത് ഈദുൽ ഫിത്തറാണ്. ഇവിടെ എങ്ങനെ തന്നെ? ശരി, ഈദുൽ ഫിത്തർ. ഈദുൽ ഫിത്തർ എന്ന് നമ്മൾ പറയുന്ന ഈ പെരുന്നാളിന്റെ പേരിന്റെ അർത്ഥം എന്താണെന്നറിയോ? എന്താണ്? ഞാൻ നിർത്തി. ഈദുൽ ഫിത്തർ എന്ന് പറയുന്നത് ചെറിയ പെരുന്നാളെന്ന് നമ്മൾ അർത്ഥം വയ്ക്കുന്നു. ആ അർത്ഥം തെറ്റാണ്. ഈദുൽ ഫിത്തർ എന്നതിന് ചെറിയ പെരുന്നാൾ എന്ന അർത്ഥമില്ല. ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ അൽ ഔദു ഇലൽ ഫിത്ര, അതാണ് ഈദുൽ ഫിത്തർ. അൽ ഔദ് എന്ന് പറഞ്ഞാൽ മടക്കം, ഫിത്ര എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതി. ഏത് ശുദ്ധ പ്രകൃതി? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര.
ഓരോ കുഞ്ഞും പ്രസവിക്കപ്പെടുന്ന ശ്രീ അവിട്ടം തിരുനാൾ ഹോസ്പിറ്റലിലോ കരുനാഗപ്പള്ളി പേൽ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ ഒരു പെണ്ണ് പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് പ്രസവിക്കപ്പെടുന്നത് കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ്. ആ മാതാപിതാക്കളാണ് നസ്രാണിയാക്കുന്നത്, മാതാപിതാക്കളാണ് മജൂസിയാക്കുന്നത്, മാതാപിതാക്കളാണ് യഹൂദിയാക്കുന്നത്, മാതാപിതാക്കളാണ് കമ്മ്യൂണിസ്റ്റ് ആക്കുന്നത്, മാതാപിതാക്കളാണ് കോൺഗ്രസ് ആക്കുന്നത്, മാതാപിതാക്കളാണ് ലീഗ് ആക്കുന്നത്, മാതാപിതാക്കളാണ് SDP ആക്കുന്നത്, മാതാപിതാക്കളാണ് മുസ്ലിം ആക്കുന്നത്, മാതാപിതാക്കളാണ് തബ്ലീഗാരനാക്കുന്നത്, മാതാപിതാക്കളാണ് സുന്നിയാക്കുന്നത്, മാതാപിതാക്കളാണ് മുജാഹിദാക്കുന്നത്, മാതാപിതാക്കളാണ് ജമാഅത്തെ ഇസ്ലാമിയാക്കുന്നത്, മാതാപിതാക്കളാണ് ഇതൊന്നിലും പെടാത്തതാക്കുന്നത്. എന്തുകൊണ്ട്? ശുദ്ധ പ്രകൃതിയിൽ പച്ചവെള്ളം പോലെ പുറത്തേക്ക് വരുന്ന കുഞ്ഞ് മാതാപിതാക്കൾ എന്താണോ പഠിപ്പിക്കുന്നത് അതിലൂടെ കുഞ്ഞു മാറുന്നു. അപ്പോ ശുദ്ധ പ്രകൃതി എന്ന് പറയുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിലെ ആ നിമിഷത്തെയാ പറയുന്നത്. അപ്പോൾ പെരുന്നാൾ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈദുൽ ഫിത്തർ എന്ന് പറഞ്ഞാൽ ഈ 30 ദിവസം 3-10 കാരുണ്യം, പാപമോചനം, നരകമോചനം ഒക്കെ കഴിഞ്ഞ് പെരുന്നാളിൻ്റെ അന്ന് വരുന്നത് എങ്ങനെയാണ്? അൽ ഔദു ഇലൽ ഫിത്ര, ഉമ്മ പ്രസവിച്ച ദിവസത്തിലേക്കുള്ള മടക്കം എന്ന് പറഞ്ഞാൽ ഒരു പാപവും ഇല്ല, ഒരു പാപവും ഇല്ല. പെരുന്നാളിൻ്റെ അന്ന് ഉച്ചഭക്ഷണവും കഴിച്ചിട്ട് പിന്നെ കേരടി വണ്ടിയുടെ പുറകിലെന്നും പറഞ്ഞിട്ട് സിനിമയ്ക്ക് കൊണ്ടുപോയാൽ അവിടെ മുതൽ തുടങ്ങുകയാണ് അടുത്ത പരിപാടി. അപ്പൊ അതുകൊണ്ട് 30 ദിവസക്കാലം നമ്മളുടെ ഈ കർമ്മമണ്ഡലങ്ങൾ എത്രത്തോളം സംശുദ്ധമാകുന്നുണ്ടോ ആ പെരുന്നാൾ ദിവസത്തിൽ നമുക്ക് അല്ലാഹു സമ്മാനിക്കുന്നത് ഉമ്മ പ്രസവിച്ച ദിവസത്തിന്റെ പാപ സുരക്ഷിതത്വമാണ്. ആ സുരക്ഷിതത്വം പേറി ഒരു നവോന്മേഷത്തോടെ ഒരു പുതുജീവിതം നയിക്കാൻ എന്നോടും നിങ്ങളോടും വസിയത്ത് ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. കാര്യമായ രീതിയിൽ ഒരു സംഭാവന നിങ്ങൾ കാര്യമായിട്ട് തന്നെ ഇൻഷാ അല്ലാഹ് 3 ക്ലാസ്സുകളെ നമുക്കുള്ളൂ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഒരു ബൈക്ക് കൊണ്ടുവയ്ക്കണമെങ്കിലും തറവാടക കൊടുക്കണം. ഇത് 2 മണിക്കൂർ നല്ല നിലയിൽ ഫാനും ഉണ്ട്, എല്ലാ നിലയിലും ചൂടടിക്കാത്ത സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നു. അൽഹംദുലില്ലാ, ഒട്ടും കുറയ്ക്കേണ്ട നല്ലൊരു സംഭാവന ഈ ബക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സ്വതക്കകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സ്ത്രീകളുടെ ഭാഗത്തും ബക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. പൈസ ഒന്നും കൊണ്ടുവരാത്തവരുണ്ടെങ്കിൽ ഒരു മോതിരം ഒരു യൂനുസുക്ക കുഴപ്പമൊന്നുമില്ലല്ലോ. ഇൻഷാ അല്ലാഹ് ഏതായാലും കുഴപ്പമില്ല. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ അപ്പുറത്തിരിക്കുന്നവരൊന്നും വാങ്ങിച്ചിടണ്ട, അത് ശരിയല്ല. അത് പിന്നെ 20 രൂപ കൊണ്ടുവന്നിട്ട് എടി 10 നിൻ്റെത് കേട്ടാ, ഓക്കെ ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ അത് 20 കിടുന്നതാ, അപ്പോൾ ഇപ്പുറത്തുള്ളവർക്ക് കൂടെ ആവും, അങ്ങനെ വേണ്ട. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇത്തക്കുന്നാറ വലൗബിഷിക്ക് തമ്ര, ഒരു കീറ് കാരയ്ക്ക കൊണ്ടെങ്കിലും നീ നരകത്തെ സൂക്ഷിക്കണമെന്ന് ആയിഷ ബീവിയോട് പറഞ്ഞത് അള്ളാൻ്റെ റസൂലിൻ്റെ മണവാട്ടിയ അള്ളാൻ്റെ ഹബീബിനെ കൊണ്ടുപോകാമല്ലോ സ്വർഗത്തിൽ. പക്ഷേ പറഞ്ഞത് മോളെ, നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ നീ ഒരു കീറ് കാരയ്ക്ക ഉണ്ടെങ്കിലും രക്ഷപ്പെട്ടോ, എനിക്ക് നിന്നെ അവിടെ രക്ഷപ്പെടുത്താൻ പറ്റൂല എന്നാ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഓരോരുത്തരും നല്ല നിലയിലുള്ള ഒരു സംഭാവന അതിനകത്ത് നിക്ഷേപിക്കണം. അള്ളാഹു ജാരിയായ സ്വതക്കയിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് തുടക്ക ദിവസമാണ്. ഇനി 2 ക്ലാസ്സുകളാണ് ഉള്ളത്. 31-ാം തീയതി നൗഷാദ് ബാക്കവി, 8-ാം തീയതി അല്ലേ കബീർ ബാക്കവി. ഇൻഷാ അല്ലാഹ് ഈ 2 നസീഹത്തുകളും നമ്മുടെ മുമ്പിൽ ഇനിയുണ്ട്. നമ്മുടെ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രതിബന്ധങ്ങളൊന്നും അപ്പോഴുണ്ടാവില്ല. കാരണം ചൂടിനൽപ്പം ശമനം ഉണ്ടാവും, പരീക്ഷകളൊക്കെ മാറും, തുടക്കം എന്നുള്ള അതും മാറും, അപ്പോഴേക്കും നല്ല ആളുണ്ടാവും. ഇൻഷാ അല്ലാഹ് കാര്യമായ രീതിയിൽ ഓരോരുത്തരും ഈ വരുന്ന 2 ക്ലാസ്സുകളിൽ ഇൻഷാ അല്ലാഹ് ഇതുമായി ചേർന്ന് നിന്ന് സഹകരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ പ്രവർത്തകരുടെ ഓരോ പ്രവർത്തനങ്ങളിൽ കൂടെ നിൽക്കുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദുആയുടെ മാസമാണ്. നിങ്ങളുടെ പ്രധാനപ്പെട്ട ദുആകളിലൊക്കെ ഈ വിനീതനെയും കൂടി ഉൾപ്പെടുത്തണം, കുടുംബത്തെ കൂടി ഉൾപ്പെടുത്തണം. ദുആ ഇൻഷാ അല്ലാഹ് ഞാൻ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ TV പ്രോഗ്രാമിൽ കൈരളി, അതുപോലെ തന്നെ ജയ് ഹിന്ദ്, അങ്ങനെയുള്ള പ്രോഗ്രാമുകളിലൊക്കെ പറഞ്ഞ കുറച്ച് ദുആകൾ ചരിത്രത്തോടു കൂടിയിട്ടുള്ള ദുആകളാണ്. എന്ന് പറഞ്ഞാൽ അബൂദർദാ തങ്ങൾ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. ആ വേലക്കാരി വന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അല്ല നിങ്ങൾ മനുഷ്യനാണോ ജിന്നാണോ? അബൂദർദാ തങ്ങൾ പറഞ്ഞു, എന്താ സംശയം? അല്ല, നിങ്ങൾക്ക് 4 ദിവസം കൊണ്ട് ഞാൻ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് തരികയാണ്, നിങ്ങൾ മരിക്കുന്നില്ല.
അദ്ദേഹം പറഞ്ഞു 40 ദിവസം നീ എനിക്ക് 40 വർഷം വിഷം തന്നാലും ഞാൻ മരിക്കൂല. കാരണം ഭക്ഷണത്തിലെ വിഷമേൽക്കാതിരിക്കാനുള്ള ഒരു ദുആ എനിക്ക് റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ഞാനത് കൃത്യമായി ചൊല്ലുന്നവനാ എന്ന് പറഞ്ഞു. ഇങ്ങനെ ചരിത്രത്തോടു കൂടിയിട്ടുള്ള കുറേ ദുആകൾ 40ഓളം എന്നാണ് എൻ്റെ ഓർമ്മ. ആ 40ഓളം വരുന്ന ദുആകൾ അടങ്ങിയ ഒരു ചെറിയ ബുക്കുണ്ട്. 50 രൂപയാണ് അതിൻ്റെ പ്രൈസ്. ഇൻഷാ അല്ലാഹ് അതിവിടെ വിൽക്കും. അത് ആവശ്യമുള്ളവർ, ഓരോന്നും നല്ലതാണ്. ദുആ സ്വീകരിക്കുന്ന സ്ഥലങ്ങൾ, ദുആ സ്വീകരിക്കുന്നതിൻ്റെ അടയാളങ്ങൾ, ചില അടയാളങ്ങൾ. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുമ്മൽ വന്നാൽ, അലർജി ഉള്ളവരുടെ കാര്യമല്ല കേട്ടോ ഈ പറയുന്നത്, തുമ്മൽ ദ്വാരന്നുകൊണ്ടിരിക്കുമ്പോൾ തുമ്മൽ വന്നാൽ ആ ദുആ സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. പ്രത്യേകിച്ചൊരു ഉന്മേഷം, ഒരു 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 ഉഷാറുണ്ടായാൽ അത് സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. അങ്ങനെയുള്ള ദുആ സ്വീകരിക്കുന്നതിൻ്റെ അടയാളങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന, അതേപോലെ 40ഓളം വരുന്ന ചരിത്രത്തോടു കൂടിയിട്ടുള്ള ദുആകളുള്ള ഒരു ബുക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ വിൽക്കും. സഹോദരിമാരുടെ അടുക്കലേക്കും കൊണ്ടുവരും. 50 രൂപയാണ്. അത് ഇൻഷാ അല്ലാഹ് ആവശ്യമുള്ളവർ വാങ്ങിക്കൊള്ളുക. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ ബക്കറ്റ് ഇടാനുള്ളത് ഇട്ടോളണം, പൈസ ഇല്ലെങ്കിലും ബുക്ക് വാങ്ങണ്ട. ബക്കറ്റ് ഇടാനുള്ളത് നിങ്ങൾ ഇടണം. അത് ഫർളും ഇത് സുന്നത്തുമാണ്. അത് ഞാൻ പ്രത്യേകം ഉണർത്തുകയാണ് ഇൻഷാ അല്ലാഹ്. ഇനി ആ ബക്കറ്റ് ഇടാൻ കൊണ്ടുവന്ന പൈസ എന്നാൽ ബുക്ക് വാങ്ങിക്കാമെന്നും പറഞ്ഞ് മാറ്റണ്ട, അത് എനിക്ക് പൊരുത്തമില്ല. ഇൻഷാ അല്ലാഹ് ദുആ നിങ്ങളൊക്കെ ചെയ്തുകൊണ്ടാൽ അള്ളാഹു സ്വീകരിച്ചോളൂ. ബുക്ക് വാങ്ങിച്ച് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ അത് വാങ്ങാം, നിങ്ങളുടെ കയ്യിൽ 50 രൂപ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് വാങ്ങിക്കോളീൻ. അള്ളാഹു ജാരിയായ സ്വതക്കൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വേറൊന്നും പറയാനില്ലല്ലോ. നമുക്കിനി ഒരു ദുആ ചെയ്ത് റാഹത്തായിട്ട് പിരിയല്ലേ ഇൻഷാ അല്ലാഹ്. ഈ ചൂട് സമയത്തും ഈ പ്രതികൂല കാലാവസ്ഥയിലും ഇൻഷാ അല്ലാഹ് സഹകരിച്ച ഓരോരുത്തർക്കും അള്ളാഹു നല്ല കൂലി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ റയ്യാൻ എന്ന കവാടത്തിലൂടെ അള്ളാഹുവിൻ്റെ സുഖലോലുപ സ്വർഗത്തിലേക്ക് പോയി നോമ്പുകാരൻ അള്ള കൊടുക്കുന്ന 2 സമ്മാനങ്ങളിൽ, സന്തോഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷമാകുന്ന അവനെ കണ്ടുമുട്ടുക എന്ന സന്തോഷത്തിൽ പങ്കാളികളാകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ആത്മാർത്ഥമായ ദുആയോടുകൂടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക.